ജീവിതത്തിലും രാഷ്ട്രീയത്തിലും മതനിരപേക്ഷത നിശ്ചയദാർഢ്യമാക്കി മാറ്റിയ ചില രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലത് ഇടത് വ്യത്യാസമില്ലാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നൊരു പരിപാടി കഴിഞ്ഞ കുറേ കാലമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെതായ ചില മാനദണ്ഡങ്ങളും ഉണ്ടാവാം. ഏറ്റവും ഒടുവിൽ CPM-ൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ യുവനേതാക്കളിൽ പ്രമുഖരിൽ ഒരാളായ മുൻ സ്പീക്കർ AN ഷംസീറാണ് അദ്ദേഹത്തിൻ്റെ ഉന്നം. നമ്മളത് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഷംസീറിന് ഇടതുപക്ഷ മനസ്സല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മനസ്സല്ല, ലീഗിൻ്റെ മനസ്സാണത്രേ. അങ്ങനെയാണ് പറഞ്ഞത്. അതിന് ഇന്ന് ശ്രീനാരായണ ജയന്തി ദിനത്തിൽ ഷംസീർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വെള്ളാപ്പള്ളിക്ക് ഷംസീർ മനഃപൂർവ്വം മറുപടി കൊടുക്കാതിരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഷംസീറിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഷംസീർ മറുപടി കൊടുത്താൽ അത് മാധ്യമശ്രദ്ധ നേടാഞ്ഞിട്ടല്ല, ഷംസീറിൻ്റെ പാർട്ടി ആ മറുപടിയുടെ കൂടെ നിന്ന് ഷംസീറിനൊപ്പം അത് ഏറ്റുപിടിക്കും എന്ന് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മൗനമാണ് വിദ്വാൻമാർക്ക് ഭൂഷണം. ചില ആളുകളോട് നിശബ്ദതയാണ് ബുദ്ധിയുള്ളവർക്ക് ഭൂഷണം എന്നൊക്കെ വിചാരിച്ചിട്ടാവണം. എന്തായാലും ഇന്ന് ഷംസീർ നൽകിയൊരു മറുപടി, പൊതുമനുഷ്യക്കാരുടെ മടിയിലാണ് ഗുരുദേവൻ ഇന്ന് എന്നാണ് അതിൻ്റെ കാമ്പ്. അദ്വൈതത്തിന് ഒരർത്ഥം നൽകിയ ശ്രീനാരായണ ഗുരു ഇന്ന് പൊതുമനുഷ്യക്കാരുടെ മടിയിലാണ്. അങ്ങനെ ആയിപ്പോയതിൻ്റെ ആ ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ മഹാനായ ഗുരു ശ്രീനാരായണ ഗുരുവിന് നമ്മൾ കൂടുതൽ വിശേഷണങ്ങൾ പറയേണ്ടതില്ല. ഗുരു കേരളത്തിലെ നവോത്ഥാന നായകനാണ്. ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. മറ്റു പല പ്രതീകങ്ങളുണ്ട്. അയ്യങ്കാളി, ഇന്ന് മഹാത്മാ അയ്യങ്കാളി ജയന്തി കൂടിയാണ്. പക്ഷെ ഗുരുവാണ് ഏറ്റവും വലിയ പ്രതീകം. ആ ഗുരുവിൻ്റെ ജയന്തി ദിനത്തിൽ തന്നെ ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളിയുടെ ഇത്തരം വികട സരസ്വതികൾക്കെതിരെ ഒരു മറുപടി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം തീരുമാനിച്ചതായിരിക്കും. അപ്പോഴും കുറച്ച് വിവേകവും പക്വതയും കാണിച്ചു എന്ന് പൊതുവെ പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ അകത്തൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത്രയ്ക്ക് വിവേകവും പക്വതയും വേണോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് മയപ്പെടുത്തണോ എന്നതാണ്. അതായത് അന്തംപെട്ട പ്രതി എന്തും പറയും എന്തും ചെയ്യും എന്ന് പറയുന്നത് പോലെ മതനിരപേക്ഷത നമ്മൾ അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിശ്ചയദാർഢ്യമാക്കിയ ജീവിതമാക്കിയ ആളുകളെ ചൂണ്ടിക്കൊണ്ട് CPM മനസ്സല്ല, ലീഗ് മനസ്സാണ് പറയാനുള്ള കാരണം എന്താ? ഷംസീർ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ. ഷംസീറിൻ്റെ സമുദായമാണ് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഷംസീറിന് മുസ്ലിം ലീഗിൻ്റെ മനസ്സാണ്, ഇടതുപക്ഷ മനസ്സല്ല എന്ന് പറയേണ്ടി വരുന്നത്, അങ്ങനെ ആരോപിക്കേണ്ടി വരുന്നത്. എത്ര വലിയ അധിക്ഷേപമാണ്! ഈ ദിവസത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ശബരിമലയിലെ അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച സണ്ണി കബിക്കാട് എന്ന പ്രമുഖ സാമൂഹ്യ ചിന്തകൻ അതിൽ ഖേദം പ്രകടിപ്പിച്ച ദിവസം കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സണ്ണി കബിക്കാട് മാപ്പ് പറയണം, അത് അധിക്ഷേപമാണ്, വിശ്വാസത്തെ അധിക്ഷേപിക്കരുത്. അതിന് വേറെ രൂപമാണ് വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. അതായത് സമുദായ ഐഡൻറ്റിറ്റി ഉന്നം വെച്ചിട്ട് ഇടതുപക്ഷ നേതാക്കളിൽ ഒരാളെ എന്തു പറയുന്നു, ലീഗ് മനസ്സുള്ള ആളാണെന്ന് പറയുന്നു. എത്ര മോശപ്പെട്ട നീചമായ ഒരു കടന്നാക്രമണമാണ്! അതിനോട് ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കാമായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പം ആരാണെങ്കിലും രൂക്ഷമായി പ്രതികരിച്ചു പോകാമായിരുന്ന സന്ദർഭമാണ്. കാരണം ഒരാളുടെ മതനിരപേക്ഷത എന്ന് പറയുന്ന ജീവാത്മാവിന്, ജീവസത്തയെ ചൂണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ ഒരു സെക്യുലറും അല്ല, നിങ്ങൾ വെറും ലീഗാണ്. വെറും ലീഗാണ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഒരു മുസ്ലിം സമുദായ നേതാവ് മാത്രമാണ് എന്നാണല്ലോ. നിങ്ങൾക്ക് ലീഗ് മനസ്സാണ്. ഇത്തരം നീചമായ പ്രയോഗങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി ഏറ്റവും കാമ്പോടെയും കരുത്തോടെയും പ്രതികരിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് CPM എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ പല പ്രസ്താവനകളോടും കുറച്ച് മൃദു സമീപനം സ്വീകരിച്ചോ എന്ന വിമർശനം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ഒരു 6 മാസമെങ്കിലും
CPM നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇടതുപക്ഷം പൊതുവെയും CPM പ്രത്യേകിച്ചും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർക്കുമെതിരെ വെള്ളാപ്പള്ളി നടത്തിയ, മലപ്പുറത്തിനെതിരെ ഒക്കെ നടത്തിയ പല മോശപ്പെട്ട പരാമർശങ്ങളും ലീഗിനെതിരെ ആണ് എന്ന് CPM പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്ന CPM നേതാക്കളുണ്ട്, പരസ്യമായി അംഗീകരിച്ചവരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതൊരു ചർച്ചയാണ്. എക്കാലവും ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ വിഷയങ്ങളുടെ കൂട്ടത്തിലേക്ക് അതും വന്നു ചേർന്നിട്ടുണ്ട്. അതിനിടയിലാണ് വെള്ളാപ്പള്ളി തൻ്റെ വിഷനാവ് കൊണ്ട് ഷംസീറിനെ ചൂണ്ടി ഇങ്ങനെ ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന VK സനോജ് MLA ഉൾപ്പെടെ മുകളിലേക്ക് ഗോവിന്ദൻ മാഷ് വരെ CPMൻ്റെ പല നേതാക്കന്മാരും പിന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൃത്യമായി വെള്ളാപ്പള്ളിയുടെ ആ പ്രയോഗത്തെ വിമർശിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയും കിട്ടിയ സന്ദർഭങ്ങളിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഷംസീർ കാണിച്ച പക്വമായ മൗനം ഇന്ന് അദ്ദേഹം ഉടച്ചു എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി രൂക്ഷമാകേണ്ടിയിരുന്നോ എന്ന അഭിപ്രായമുള്ളവരുണ്ടാവാം. ആ അഭിപ്രായം കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. എന്തു തന്നെ ആയാലും ഇടതുപക്ഷ മതനിരപേക്ഷ മനസ്സുള്ള ഒരു നേതാവിനെ ചൂണ്ടി ലീഗ് മനസ്സാണ് എന്ന് പറയുന്ന അധമബോധത്തിൽ നിന്ന് വെള്ളാപ്പള്ളി മാറി നടക്കണം, മാറി ചിന്തിക്കണം എന്നാണ് ഷംസീർ എന്ന് പറഞ്ഞതിൻ്റെ കാതൽ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അത്ര മതി യഥാർത്ഥത്തിൽ. നന്ദി, നമസ്കാരം.